വൈരൂപ്യമുള്ളവനായിരുന്നു. വ്യാസൻ ജടാധാരിയായിരുന്നു. വൈരൂപ്യമുള്ളവനായിരുന്നു. സ്വർഗീയ സുന്ദരി അംബാലികയുടെ സ്വപ്നങ്ങൾ വാടിത്തകർന്നിരുന്നു. സ്വപ്നങ്ങൾ വാടിത്തകർന്നിരുന്നു. മണിയറയിൽ വ്യാസനൊത്തു ശയിച്ചവൾ മനസ്സിൽ നിറയും വെറുപ്പോടെ. മണിയറയിൽ വ്യാസനൊത്തു ശയിച്ചവൾ മനസ്സിൽ നിറയും വെറുപ്പോടെ. ആമുഖം പാണ്ഡൂരവർണ്ണമായി ആകെ വിളറി വെളുത്തുപോയി. ആമുഖം പാണ്ഡൂരവർണ്ണമായി ആകെ വിളറി വെളുത്തുപോയി. ആകെ വിളറി വെളുത്തുപോയി. വ്യാസൻ ജടാധാരിയായിരുന്നു. അങ്ങനെ വ്യാസനിൽ നിന്നും ജനിച്ച അംബാലികയുടെ പ്രിയപുത്രൻ. അങ്ങനെ വ്യാസനിൽ നിന്നും ജനിച്ച അംബാലികയുടെ പ്രിയപുത്രൻ പാണ്ഡൂരവർണ്ണനായി മാറിയവനെ പാണ്ഡു എന്നു പേർ വിളിച്ചു. പാണ്ഡൂരവർണ്ണനായി മാറിയവനെ പാണ്ഡു എന്നു പേർ വിളിച്ചു. പാണ്ഡു എന്നു പേർ വിളിച്ചു. ഒരു നാൾ പാണ്ഡു വനത്തിലലയുമ്പോൾ ഇന്ദമൻ മഹർഷിയെ കണ്ടു. ഒരു നാൾ പാണ്ഡു വനത്തിലലയുമ്പോൾ ഇന്ദമൻ മഹർഷിയെ കണ്ടു. മാൻപേടയാണെന്നു കരുതി മഹർഷിയെ ശരമെയ്തു മുറിവേൽപ്പിച്ചു. മാൻപേടയാണെന്നു കരുതി മഹർഷിയെ ശരമെയ്തു മുറിവേൽപ്പിച്ചു. ശരമെയ്തു മുറിവേൽപ്പിച്ചു. കോപാന്ധനായി മുനി അവനെ ശപിച്ചു. നീ നിന്റെ പത്നിയെ തൊടുന്ന നേരം. കോപാന്ധനായി മുനി അവനെ ശപിച്ചു. നീ നിന്റെ പത്നിയെ തൊടുന്ന നേരം. ആ നിമിഷത്തിൽ മരിച്ചു വീഴും നാരിതന്മാരിൽ പിടഞ്ഞു വീഴും. ആ നിമിഷത്തിൽ മരിച്ചു വീഴും നാരിതന്മാരിൽ പിടഞ്ഞു വീഴും. നാരിതന്മാരിൽ പിടഞ്ഞു വീഴും. ഉത്തമപുത്രൻ ആരാണ്? എ. പിതാവ് പറയുന്ന കാര്യം തന്റെ കർത്തവ്യമല്ലെന്നു ചിന്തിക്കുന്നവൻ. ബി. പിതാവ് പറയുന്നത് മാത്രം ചെയ്യുന്നവൻ. സി. പിതാവ് പറയാതെ തന്നെ പിതൃഹിതം അനുഷ്ഠിക്കുന്നവൻ. ഡി.
പിതൃവാക്യം നിഷേധിക്കുന്നവൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി, പിതാവ് പറയാതെ തന്നെ പിതൃഹിതം അനുഷ്ഠിക്കുന്നവൻ. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ സി, പിതാവ് പറയാതെ തന്നെ പിതൃഹിതം അനുഷ്ഠിക്കുന്നവൻ. പിതാവ് പറയുന്ന കാര്യം ചെയ്യുന്നവനാണെങ്കിലോ ആളുത്തമം? മധ്യമപുത്രൻ പിതാവ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വനയാത്രയ്ക്ക് പുറപ്പെട്ട ശ്രീരാമൻ ഗംഗാതടത്തിൽ കണ്ടുമുട്ടിയ നിഷാദ രാജാവ് ആര്? ഓപ്ഷൻ എ ഗുഹൻ, ബി ഖരൻ, സി കബദ്ധൻ, ഡി ഹിഡുംബൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ഗുഹൻ. ഓപ്ഷൻ എ ഗുഹൻ. നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ എ ഗുഹൻ. വേറെ എന്തെങ്കിലും അറിയോ ഗുഹനെ പറ്റിയിട്ട്? ഗുഹൻ ശ്രീരാമന്റെ മിത്രമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. എല്ലാ പ്രതികൂലാവസ്ഥകളും സഹിച്ച് ഭർത്താവിനെ പിന്തുടരുന്ന ഭാര്യയ്ക്ക് അനസൂയ നൽകുന്ന പേര്? എ ഭാര്യ, ബി സഹധർമ്മിണി, സി കളത്രം, ഡി കാമുകി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി സഹധർമ്മിണി. ഓപ്ഷൻ ബി സഹധർമ്മിണി. ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ബി സഹധർമ്മിണി. കളത്രമല്ലേ, ഭാര്യയല്ലേ? കാമുകി എന്താ? ഭാര്യയുടെ മറ്റൊരു അർത്ഥമാണ് കളത്ര എന്ന് പറയുന്നത്. ആ. അതേപോലെ അനസൂയ ദേവി വളരെ പതിവ്രതയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രാമായണത്തിൽ സീതാദേവിക്ക് സഹധർമ്മിണി എന്ന വലിയൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീമേക്ക് വീണ്ടും 2 പോയിന്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്ഷുത്രഡ് ഭയ സുഖ ദുഃഖാദി സർവവും എന്ന് വെച്ചാൽ വിശപ്പ്, ദാഹം, ഭയം, സുഖം, ദുഃഖം ഇല്ലാത്തതായി വാൽമീകി സൂചിപ്പിക്കുന്നത്? എ മുനിമാർക്ക്, ബി ദേവന്മാർക്ക്, സി ആത്മാവിന്, ഡി ശരീരത്തിന്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശിയോട് ചോദിക്കാം. അപ്പൊ നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം. ഹലോ, ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യാണ് വിളിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ല. അപ്പൊ അവർ തന്നെ അങ്ങോട്ട് ചോദിക്കും ക്വസ്റ്റ്യൻ. എന്താ പേര് പറഞ്ഞില്ല? ഭാഗ്യം. എന്നാ പിന്നെ അങ്ങോട്ട് ഭാഗ്യം ഉണ്ടാവും. ചോദിച്ചോ. വിശപ്പ്, ദാഹം, ഭയം, സുഖം, ദുഃഖം ഇല്ലാത്തതായി വാൽമീകി സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ മുനിമാർക്ക്, ഓപ്ഷൻ ബി ദേവന്മാർക്ക്, ഓപ്ഷൻ സി ആത്മാവിന്, ഓപ്ഷൻ ഡി ശരീരത്തിന്. ഉറപ്പല്ലേ ഭാഗ്യമ്മേ? നമുക്ക് അങ്ങോട്ട് ലോക്ക് ചെയ്യാം അല്ലേ? ലോക്ക് ചെയ്യാം. ഓപ്ഷൻ സി ആത്മാവിന്. ഭാഗ്യമുള്ള അമ്മമ്മ പോയോ? ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ആർക്കും തടുക്കരുതാത്തൊരവസ്ഥയെന്നോർക്കണം. വസിഷ്ഠൻ സൂചിപ്പിക്കുന്ന ആർക്കും തടുക്കാനാവാത്ത ആ അവസ്ഥ എന്താണ്? എ ജനനം, ബി മരണം, സി ആത്മീയ സഞ്ചാരം, ഡി വാർദ്ധക്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആർക്കും തടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്താ നമ്മുടെ ജീവിതത്തില്? പറ. നമുക്ക് തടുക്കാൻ പറ്റാത്ത എന്താ? വാർദ്ധക്യമാണോ? മുത്തശ്ശിയോട് ചോദിക്കാം. മുത്തശ്ശിയോട് ചോദിക്കാം. അപ്പൊ നമ്മൾ വീണ്ടും മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷനിലോട്ട് പോവുകയാണ്. ഇത് ശ്രേഷ്ഠ ഭാരതത്തിൽ നിന്ന് നിത്യാദാസാണ് വിളിക്കുന്നത്. കുട്ടികളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് അറിയില്ല ആൻസർ. പേര് പറഞ്ഞില്ല. എന്താ പേര്? ശ്രീകുമാരി. ശ്രീകുമാരി. അപ്പൊ നമുക്ക് നോക്കാം ശ്രീകുമാരി മുത്തശ്ശിക്ക് പറയാൻ പറ്റുമെന്ന്. അതാ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആർക്കും തടുക്കാതൊരവസ്ഥ എന്ന് ഓർക്കണം. വസിഷ്ഠൻ സൂചിപ്പിക്കുന്ന ആർക്കും തടുക്കാനാവാത്ത ആ അവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ ജനനം, ഓപ്ഷൻ ബി മരണം, ഓപ്ഷൻ സി ആത്മീയ സഞ്ചാരം, ഓപ്ഷൻ ഡി വാർദ്ധക്യം. മരണല്ലേ? ലോക്ക് ചെയ്യട്ടെ?
ഓക്കെ, ലോക്ക് ചെയ്യുന്നു. ബി മരണം. ജനനം നമുക്ക് തടുക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? ഡോക്ടറൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തടുക്കാൻ പറ്റും. ഓക്കെ, വാർദ്ധക്യം തടുക്കാൻ പറ്റുമോ? ഡൈ അടിച്ചാൽ അല്ലേ? നമുക്ക് നോക്കാം. പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പം അടുത്ത ചോദ്യം ടീം ബിയോടാണ്. യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ പിതാവിന് സ്വന്തം യൗവനം നൽകിയ സൂര്യവംശ രാജകുമാരൻ ആര്? എ യയാതി, ബി പൂരു, സി തുർവസു, ഡി യദു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയി പോയില്ലേ? സത്യം. എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞോ. നീ വേറെ ഓപ്ഷൻ ഒന്നുമില്ല മുത്തശ്ശി? ഓപ്ഷൻ എ യയാതി. ഓപ്ഷൻ എ യയാതി ഉറപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോന്ന്. ഓപ്ഷൻ എ യയാതി. ഓ, നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എക്ക് കൈമാറുകയാണ്. യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ പിതാവിന് സ്വന്തം യൗവനം നൽകിയ സൂര്യവംശ രാജകുമാരൻ ആര്? ബി പൂരു, സി തുർവസു, ഡി യദു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി പൂരു. ബി പൂരു. നമ്മൾ ലോക്ക് ചെയ്യുന്നു ബി പൂരു. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം. എന്തായാലും വളരെ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശ്രേഷ്ഠ ഭാരതം അതാ ഒരു സുഗരം. ആ സുഗരം ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. മാറിപ്പോ, അല്ലെങ്കിൽ നിനക്ക് ജീവഹാനി. നീ പോയില്ലേ? ഇനി അസ്ത്രമേക തന്നെ. ഞാൻ സുഗരത്തെ കൊന്നു. ഞാൻ സുഗരത്തെ കൊന്നു. എന്ത്? നീ സുഗരത്തെ കൊന്നു? നല്ല തമാശയായി. ഞാനാണ് സുഗരത്തെ കൊന്നത്. നീ കള്ളം പറയുകയാണ്. എന്റെ അമ്പേറ്റാണ് സുഗരം കൊല്ലപ്പെട്ടത്. നീയാണ് കള്ളം പറയുന്നത്. നീയാണ് കള്ളം പറയുന്നത്. സുഗരം എന്റെ നേർക്ക് വന്നു. ഞാൻ അതിനെ അമ്പെയ്ത് കൊന്നു. നീ വീണ്ടും കള്ളം പറയുന്നു. എന്താണ് ഇവിടെ തർക്കം? ഈ നിൽക്കുന്നവൻ ആരാണ്? കാട്ടിന് വെളിയിൽ പോ. ഇവനെന്നോ? കാട്ടാള സ്ത്രീ, ഞാൻ ആരെന്നറിയാമോ? വില്ലാളി വീരനായ മധ്യമ പാണ്ഡവൻ, ദ്രോണശിഷ്യൻ അർജുനൻ. ആരായാലും വേണ്ടില്ല, എന്റെ കണവന്റെ അസ്ത്രം ലക്ഷ്യം തെറ്റില്ല. ഓഹോ, അങ്ങനെയോ? എങ്കിൽ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറൂ. എന്റെ പുരുഷനെ നേർക്ക് വില്ലു കുലിക്കുന്നുവോ? പിൻവലിക്കൂ. സാധ്യമല്ല. കഴിയുമെങ്കിൽ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറൂ. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? നിന്റെ അസ്ത്രങ്ങളെല്ലാം നിഷ്ഫലമാകട്ടെ. അയ്യയ്യേ, ഈ മാനവൻ എന്റെ കണവന് ചേർന്നവനല്ല. കൊള്ളാം. നിന്റെ മുന്നിൽ നിൽക്കുന്ന എന്റെ നേർക്ക് നിനക്ക് ലക്ഷ്യമില്ല. പിന്നെയാണോ സുഗരത്തെ കൊല്ലുന്നത്? എങ്കിൽ എന്നോട് മല്ലടൂ. എന്നെ പരാജയപ്പെടുത്തിയ ഇവൻ ആര്? പരംപിതാവായ പരമശിവനെ പൂജിക്കുക തന്നെ.
എന്നിട്ട് നിനക്ക് തക്ക ശിക്ഷ ഞാൻ നൽകും. ശരി, എന്നാൽ അങ്ങനെ ആകട്ടെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. പരമശിവ, അങ്ങോ എനിക്ക് തുണയേകിയാലും. പരമശിവ, അങ്ങ് തന്നെ ആയിരുന്നു അത്. മാപ്പാക്കണം. ഗർവം കൈവിട്ട് ഭക്തിനയ വിനയ സമേതം വാഴ്ക നീ മേലിൽ. എന്നാൽ ഭവ്യം സർവം ഭവിക്കും രണമതിൽ വിജയം കൈവരിക്കും ശരിക്കും. അർജുന, ഇതാ പാശുപതാസ്ത്രം. ശ്രേഷ്ഠ ഭാരതം. അഹം സർവസ്യ പ്രഭവം മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ബുധാ ഭാവസമന്വിതാ. ആത്മതത്വത്തെ കൂടുതൽ ഗ്രാഹ്യമായ വിധത്തിൽ വ്യക്തമാക്കുകയും പരമാത്മാ ചിന്തയിൽ നിന്നും വ്യതിചലിക്കപ്പെടുന്ന മനസ്സിനെ വ്യക്തമാക്കുകയും ചെയ്യുന്ന അധ്യായമാണ് വിഭൂതിയോഗം. അതോടൊപ്പം വ്യക്തിയെ ആത്മാഭിമുഖമാക്കാൻ ഉതകുന്ന ഗുണവിശേഷങ്ങളും ഈ അധ്യായത്തിൻ്റെ ഗുണമാണ്. നിർഗുണവും നിരാകാരവുമായ ഈശ്വരൻ സ്വന്തം മായയെ തന്നെ അവലംബിക്കുകയും വിവിധ രൂപങ്ങളിൽ പ്രകടീഭവിക്കുകയും ഉണ്ടായി. അതുകൊണ്ട് സൃഷ്ടിയിലെല്ലാം ഈശ്വരൻ്റെ വിഭൂതികളാണെന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ശ്ലോകാർത്ഥം: എല്ലാറ്റിൻ്റെയും ഉറവിടം ഈശ്വരനാണ്. എല്ലാം പ്രവർത്തിക്കുന്നതും ഈശ്വരനിലൂടെയാണ്. എല്ലാ ലോകങ്ങളുടെയും നിയന്താവും ഈശ്വരനാണ്. ഈ പ്രപഞ്ചരഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് ആര് ഈശ്വരനെ ഭജിക്കുന്നുവോ, ഭക്തിപൂർവം ആരാധിക്കുന്നുവോ, അവൻ ദൃഢമായും ഈശ്വരനെ തന്നെ പ്രാപിക്കും എന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത്. ശ്രേഷ്ഠ ഭാരതം. അഥ ദശമോऽധ്യായഃ വിഭൂതിവിസ്തരയോഗഃ. ശ്രീഭഗവാനുവാച തേഷാമേവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. സർവശസ്ത്രമയി എന്ന് പുകഴ്പെട്ട സമസ്ത വേദാർത്ഥ സാരസംഗ്രഹമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി വിസ്തര യോഗത്തിലെ ശ്ലോകമാണ് ഇവിടെ ഉദ്ധരിച്ചത്. മോക്ഷപ്രഭാവനായ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. ആത്മാർത്ഥമായ ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്ന ഭക്തരോടുള്ള അനുകമ്പ കൊണ്ട് ആത്മതേജോഭാവത്തിലിരിക്കുന്ന ഭഗവാൻ ഭക്തരിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഉജ്ജ്വലമായ ജ്ഞാനദീപം കൊണ്ട് ഇല്ലാതാക്കും. ഈ ഗീതാവാക്യത്തിന് ആധുനിക കാലത്തും പ്രസക്തിയുണ്ട്. കാരണം മനുഷ്യന്റെ പല ദുഷ്പ്രവൃത്തികൾക്കും പിന്നിൽ ഈ അജ്ഞതയാണ്. അതിനാൽ ഈശ്വര സേവ ചെയ്ത് നമ്മുടെ മനസ്സിന്റെ അജ്ഞത എന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുക. ശ്രേഷ്ഠ ഭാരതം.
അമൃതേശ്വരി നമഃ. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മനഃ. തന്നെ താൻ തന്നെ ഉയർത്തണം, തന്നെ താൻ തന്നെ താഴ്ത്തി വിടരുത്. താൻ തന്നെയാണ് തൻ്റെ ബന്ധു, താൻ തന്നെയാണ് തൻ്റെ ശത്രു. ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായം 5-ാമത്തെ ശ്ലോകം, ധ്യാനയോഗത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് ഇത്. തന്നെ താൻ തന്നെ ഉയർത്തുമ്പോൾ സുഖദുഃഖങ്ങളും മനോഭാവനങ്ങളും ഒരേ ഭാവത്തിൽ നമുക്ക് വർദ്ധിക്കാൻ കഴിയും. ധ്യാന സാധനയെക്കുറിച്ച് ഭഗവാൻ അർജുനെ ധരിപ്പിക്കുന്നതാണ് ഈ ഭാഗം. ബലചിന്തയിൽ പെട്ടുകൊള്ളുന്ന മനസ്സിന് ഈശ്വര ധ്യാനം അസാധ്യമായിരിക്കും. എന്നാൽ ഈശ്വര ധ്യാനത്തിൽ ഉറച്ച മനസ്സോ ബലചിന്ത വെടിയും. സത്യമാർഗത്തിൽ അതിവേഗം പുരോഗമിക്കാൻ കഴിയും. സംസാരഭ്രമത്തിൽ പെട്ടുകൊള്ളുന്ന മനസ്സിനെ നമ്മൾ തന്നെ സ്വയം ഉയർത്തി യോഗാരൂഢ പദവിയിലേക്ക് നയിക്കാം. ഇന്ദ്രിയ രാമന്മാരാവരുത് എന്ന് സാരം. ആത്മസ്വരൂപത്തിലെത്താൻ ബന്ധുവായി സഹായിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് തന്നെയാണ് ആത്മസ്വരൂപത്തെ മറിച്ച് ഈ സംസാരത്തിൽ നമുക്ക് ഭ്രമം ഉണ്ടാക്കുന്നത്. വിവേകബുദ്ധിയോടെയും ശ്രദ്ധയോടുകൂടിയും നീങ്ങണമെന്ന് സാരം. നമുക്കു നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന കവ്യവാക്യവും ഇവിടെ അന്വർത്ഥമാണ്. കൂട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് നമ്മൾ ഒറ്റയ്ക്കാണ്. ഭഗവാന്റെ പ്രാണപ്രിയനാണ് അർജുനൻ. എന്നിട്ടും നിന്നെ നീ തന്നെ ഉദ്ധരിക്കുമെന്നാണ് ഉപദേശിച്ചത്. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ പെട്ടുകൊള്ളുമ്പോൾ ഗുരു കാരുണ്യമൂർത്തിയായി നമുക്കുന്നിൽ അവതരിക്കുന്നു. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഗുരു നമുക്ക് വഴി കാട്ടുന്നു. ഇരുട്ടിൽ തെളിഞ്ഞ ദീപം പോലെ ഗുരുകൃപ ഒഴുകിയെത്തുമ്പോൾ ബ്രഹ്മപദം പോലും കളതലാമലകം പോലെ സുഗമമായി മാറും. ഓം അമൃതേശ്വരി നമഃ. ശ്രേഷ്ഠ ഭാരതം പാന്ധർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയുമെത്രയും ചഞ്ചലമാലയ സംഗമം. സ്പർദ്ധയും അതുപോലെ പരദ്രോഹവും കൊണ്ട് പ്രയോജനമുണ്ട്, പ്രയോജനമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം അല്ലെങ്കിൽ ദോഷം, അതിലേതെങ്കിലും ഒന്ന് താൻ പറയണം. ഇപ്പുറത്തുള്ളത് മറ്റൊന്ന്. അതിൽ താൻ എന്താ പറയാൻ പോകുന്നത്? പ്രയോജനമുണ്ട് എന്ന്. സ്പർദ്ധയും പരദ്രോഹവും കൊണ്ട് പ്രയോജനമുണ്ട്, സ്പർദ്ധയും പരദ്രോഹവും കൊണ്ട് പ്രയോജനമില്ല. ശരി. സ്പർദ്ധയും പരദ്രോഹവും വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മനുഷ്യൻ ഈ യുഗാന്തരങ്ങളായി പ്രാക്ടിക്കലി ജീവിക്കണമെങ്കിൽ മറ്റൊരാളെ അടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കണം എന്നാണ്. പ്രാക്ടിക്കലി അത് ആപ്ലിക്കബിൾ ആണ്. കാരണം എന്താ വിചാരിച്ചാൽ ബ്രിട്ടീഷുകാർ കുറേ കാലം നമ്മുടെ ഇന്ത്യയെ ഭരിച്ചു. അവരെ നമ്മൾ അടിച്ചൊതുക്കിയില്ലായിരുന്നെങ്കിൽ, അതായത് സ്പർദ്ധ അവരോട് കാണിച്ചില്ലായിരുന്നെങ്കിൽ നാം ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുകയില്ലായിരുന്നു. അതായത് സ്പർദ്ധയും പരദ്രോഹവും ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇംഗ്ലീഷുകാർ ഇവിടെ തുടരുമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവരെ പുറത്താക്കാൻ ഇതൊരു ക്വാളിറ്റി ആവശ്യമാണ് എന്ന് അയാൾ പറഞ്ഞു. തൻ്റെ അഭിപ്രായം എന്താ? നമ്മൾ വിചാരിക്കുന്നു സ്പർദ്ധവും പരിദ്രോഹവും കൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി നമുക്ക് ജയിക്കാൻ, നമുക്ക് മുന്നിട്ട് നിൽക്കണം എന്ന്. എന്നാൽ മറ്റവർക്കും ജീവിക്കണം തന്നെയല്ലേ ആഗ്രഹം, നമ്മൾക്ക് മാത്രമല്ലല്ലോ. പരസ്പരം അങ്ങനെ ചിന്തിച്ച് നമ്മൾ ദ്രോഹമുണ്ടാക്കി ബന്ധുക്കൾ തമ്മിലുള്ള, ഓരോ ആൾക്കാർ തമ്മിലുള്ള ബന്ധം മുറിച്ചു മാറ്റുകയല്ലേ ചെയ്യുന്നത്. സുഹൃത്തെ, ഞാനും നീയും സുഹൃത്താണ്. നമ്മൾ നേരത്തെ പരിചയമില്ലെങ്കിലും ഈ ഷോയിൽ വന്ന് പരിചയമാണ്. സ്പർദ്ധയും പരദ്രോഹവും ഇല്ലെങ്കിൽ നീ എൻ്റെ മുമ്പിൽ നിൽക്കുകയുമില്ല, എൻ്റെ ഓപ്പോണൻ്റായിട്ട് പറയുകയുമില്ല. അത് അടിച്ചു കലക്കിയല്ലോ ഇല്ലേ? അർത്ഥം മനസ്സിലായോ? ഇയാളെ ജയിക്കണമെന്നാണ് ഇയാളുടെ ആഗ്രഹം. അതിൽ തന്നോടുള്ള വാശിയും വേണം, തന്നോടുള്ള പകയും വേണം, തന്നെ തോൽപ്പിക്കുകയും വേണം. അത് ഉള്ളിൽ പോസിറ്റീവായിട്ട് ആരെന്ത് പറഞ്ഞാലും, ഫിലോസഫി പറഞ്ഞാലും
അതിനകത്ത് ഒരർത്ഥമാണ്. ഇനി തന്നെ ഒന്ന് കൗണ്ടർ ചെയ്തേ. സുഹൃത്ത് പറഞ്ഞല്ലോ ശത്രു എന്നുള്ള ശത്രുവിനെ അടിച്ചമർത്താനാണ്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാവണം, ഒരു വ്യക്തിയല്ല നമ്മുടെ ശത്രു, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ശത്രു. ക്രോധം, ലോഭം, മോഹം ഇത്യാദികളാണ് നമ്മുടെ ശത്രു. ഇതൊക്കെയാണ് സ്പർദ്ധയും വിദ്വേഷത്തിനൊക്കെ കാരണം. നമ്മൾ ഇതിനെ അടക്കി ഒതുക്കിയിരുന്നാൽ ഒരു സ്പർദ്ധയും പരദ്രോഹവും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ജീവിക്കുന്നത് മെജോറിറ്റി സേജസ് അല്ല, അതായത് സന്യാസിമാരല്ല നമ്മുടെ ലോകത്തിൽ കൂടുതലും. അതുകൊണ്ട് തന്നെ സന്യാസിയായി ചിന്തിക്കാൻ ചിലവർക്കും പല കാരണങ്ങളുണ്ട്. കാരണം ഗുണങ്ങളുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, തമോ ഗുണം, രാജഗുണം, രജോഗുണം, സത്വഗുണം എന്നീ ഗുണങ്ങളുണ്ടല്ലോ. അത് മാറി മറിയുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ പകയും ഈ പരദ്രോഹവും ഒക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ കേരള പ്രളയം അനുഭവപ്പെട്ടുല്ലോ. എന്നാൽ ഈ കേരള പ്രളയത്തിൽ കുറേ ആൾക്കാരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. നമ്മൾ സ്പർദ്ധയും പരിദ്രോഹവും ഒക്കെ വിചാരിച്ചിരുന്നാൽ, എന്നാൽ നമ്മളുടെ കാര്യം മാത്രം വിചാരിച്ചിരുന്നാൽ ഇത്രയും ആൾക്കാരുടെ ജീവനും അതുകൂടാതെ തന്നെ അവരുടെ നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങളൊക്കെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. സ്പർദ്ധയും പരദ്രോഹവും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നാൽ മനസ്സിൽ. ആ പോയിന്റിൽ കുറേ കറക്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ശത്രു അല്ലാതെ ഏതെങ്കിലും കാരണത്തിൽ വാശിയോ പകയോ ഒക്കെ ഉണ്ടെങ്കിലും വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മളെല്ലാവരെയും രക്ഷിച്ചു. അപ്പോൾ അവിടെ സ്പർദ്ധയും വാശിയും പരദ്രോഹവും ഒഴിവാക്കാം. ഏതായാലും വളരെ വളരെ നന്നായിട്ട് വ്യക്തമായ ഭാഷ, വ്യക്തമായ വികാരം, വ്യക്തമായ ബോഡി ലാംഗ്വേജോടുകൂടി ഈ പാർട്ടി രണ്ടുപേരുമായി. ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുന്നു. സ്പർദ്ധയും പരദ്രോഹവും കൊണ്ട് ഈ ലോകത്ത് ഒന്നും നാം നേടുന്നില്ല. ഈ ലോകത്തെല്ലാം നൈമിഷികമാണ്, ഒന്നും നിലനിൽക്കുന്നില്ല. ഇയാൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സ്പർദ്ധയും പരദ്രോഹവും ഒന്നും നിലനിൽക്കുന്നില്ല, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. രാമായണത്തിൽ തന്നെ അയോധ്യാകാന്ഡം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, മന്ദര കൈകേയിയുടെ അടുത്ത് ചെന്ന് കൈകേയിൽ ഒരു സ്പർദ്ധ വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു സ്വാർത്ഥ മനോഭാവമാണ് അവിടെ കൈകേയിൽ അവരുണർത്തുന്നത്. രാമനെ കൗസല്യേക്കാളും ഇഷ്ടം കൈകേയിക്കായിരുന്നു. എന്നാൽ മന്ദരയുടെ ഒരു വാക്കിൽ തന്നെ അവർ ആ മനോഗതിയിൽ നിന്നും വ്യതിചലിച്ചാണ് അവിടെ രാമനെ കാട്ടിലയക്കാം എന്നുള്ളൊരു തീരുമാനം അവിടെ എടുത്തത്. പക്ഷെ അതുകൊണ്ട് ഭരതൻ എന്തു നേടി? സ്വന്തം ജ്യേഷ്ഠനെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദുകങ്ങൾ ആ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ട് ആ രാജ്യം ഭരിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ഭരതൻ ഒരിക്കലും അയോധ്യ തൻ്റേതാണ് എന്നൊരിക്കലും തൻ്റെ സ്വന്തമാണെന്ന് ധരിച്ച് അഹങ്കരിച്ചില്ല. സ്വന്തം അമ്മ തനിക്ക് നീട്ടിയ സിംഹാസനം വലിച്ചെറിഞ്ഞുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠനെ ബഹുമാനിച്ചുകൊണ്ട് ഭരതൻ ആ സിംഹാസനം ത്യജിച്ചു. ആ ചരിത്രത്തിൽ തന്നെ രാമായണത്തിലെ ഏറ്റവും മഹത് വ്യക്തിയാണ് ഭരതൻ. ശ്രീരാമനേക്കാളും എൻ്റെ മനസ്സിൽ എനിക്കൊരു വലിയ സ്ഥാനമുള്ളത് ഭരതൻ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതായത് തൻ്റെ കൺക്ലൂഷൻ കറക്റ്റ് ആയിരുന്നു. ആ ഭരതന് സന്തോഷമൊന്നും കിട്ടിയില്ല, ബാക്കിയുള്ള ഒന്നും കിട്ടിയില്ല എന്നുള്ള കറക്റ്റാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇയാളോട്? വിധി പോലെ തന്നെ നടക്കുന്നതാണ്. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നമ്മളോട് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു വാക്യമാണ്, ഈ നിമിഷത്തിൽ ജീവിക്കുക. ഇന്ന് എന്താണോ നാളെ എന്താണെന്ന് നമുക്കറിയില്ല, അടുത്ത നിമിഷം എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഈ നിമിഷത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ അനുഭവിക്കുക. അത് പരദ്രോഹമോ സ്പർദ്ധയോ അത് അവിടെ പ്രാസക്തിയില്ല. കാരണം നമുക്ക് മരണമുണ്ടോ ജനനമുണ്ട്, അത് തീർച്ചയാണ്. എന്നാൽ അത് ഏത് വിധേന എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എൻ്റെ സുഖം, എൻ്റെ സന്തോഷം എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഈ പ്രളയത്തിൽ തന്നെ നമ്മൾ നോക്കി നിന്നു. നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മളെ വന്ന് രക്ഷിച്ചത്. നമ്മൾ അവരുടെ സഹോദരങ്ങളാണോ, എന്തെങ്കിലും രക്തബന്ധമുണ്ടോ, ഒന്നും നമ്മൾ നോക്കിയില്ല. ഈ വെള്ളപ്പൊക്കം സംഭവിച്ച ആ സമയത്തും കുറെ പേര് മോക്ഷണത്തിന് ഇറങ്ങിയിരുന്നു. അന്യരുടെ സാധനങ്ങൾ അപഹരിക്കാൻ അവിടെ അവർ പ്രത്യക്ഷനായിരുന്നു. അവരവിടെ വന്ന് അതിന് ശ്രമിച്ചിരുന്നു. അങ്ങനെയുള്ളപ്പോൾ അവിടെ മനുഷ്യന് അപ്പോഴും ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും അവിടെ സ്പർദ്ധയും പരദ്രോഹവും ചെയ്യണമെന്നൊരു മനോഗതിയുണ്ട്. ഈ പ്രളയം കഴിഞ്ഞിട്ടും മനുഷ്യൻ അവരുടെ പിൻകാലത്ത് ഉണ്ടായിരുന്ന അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. അതിനൊരു മാറ്റവും ഇത്രയും നാളായിട്ടും വന്നിട്ടില്ല. എന്നാൽ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം രാമായണത്തിൽ തന്നെയുണ്ട്. വാൽമീകി മഹർഷി എത്രയോ നീചനായി സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് സപ്ത ഋഷികളെ പോലും ഉപദ്രവിച്ച ആ കാട്ടാളൻ പിന്നീട് മഹത് വ്യക്തിയായി. ആദികാവ്യമായ രാമായണം ഈ മണ്ണിന് സമ്മാനിച്ചത് വാൽമീകി മുനിയാണ്. അത് സ്പർദ്ധയും പരദ്രോഹവും തമ്മിൽ എന്താ ബന്ധം? സ്പർദ്ധയും പരദ്രോഹവും വെടിഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഞാൻ ചെയ്ത പാപങ്ങൾ നിങ്ങൾ കൂടി അനുഭവിക്കുമോ? ഇല്ല എന്നവർ ഉത്തരം നൽകി. ഇതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാം നൈമിഷികമാണ്, എല്ലാം മായയാണ്. രണ്ടുപേരുടെയും വാദമുഖങ്ങള് നന്നായിരുന്നു.
ഉൾക്കാഴ്ചയോടുകൂടി വാക്കുകൾ പ്രസൻറ്റ് ചെയ്തു. ഈ സ്റ്റേജിലുള്ളത് കൊണ്ടുള്ള ഒരിത്തിരി നെർവസ്നെസ് അല്ലേ? മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻ ഫോർ ബോത്ത് ദ ടീംസ്. ശ്രേഷ്ഠ ഭാരതം ഉടൽ കടുകിനൊടു സമമിടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനിചരിവേഷമായി കാണായിതാശുലങ്കാശ്രീയയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം. എന്തായുധങ്ങൾ! കാഴ്ചയിൽ തന്നെ വീര്യം തെളിയുന്ന രാക്ഷസന്മാർ. ഇവരെയൊക്കെ പിന്തള്ളി എന്റെ മാണ്ട സഹോദരന്മാർ എത്ര പേർക്ക് ഈ നഗരത്തിൽ പ്രവേശിക്കാനാകും? അങ്കദൻ കടക്കും, കുമുദൻ, നീലൻ, സുഗ്രീവൻ, ജാമ്പവാൻ, മൈദൻ, ദ്വിവിധൻ, പിന്നെ ഈ ഹനുമാൻ. ഇതിലപ്പുറം എത്ര പേർക്ക് ഈ നഗരത്തിൽ പ്രവേശിക്കാനാകും? ഞാൻ എന്തൊരു വിഡ്ഢി! ശ്രീരാമചന്ദ്ര പ്രഭു മാത്രം മതിയല്ലോ, പിന്നെ വേണമെങ്കിൽ ലക്ഷ്മണകുമാരനും. നീ ആര്? എന്തു കാര്യത്തിന് ലങ്കാപുരിയിൽ വന്നു? സത്യം പറഞ്ഞോ? ജീവനോടെ പോകണമെങ്കിൽ സത്യം പറഞ്ഞോ? ഈ കോട്ടവാതിൽക്കൽ വന്ന് എന്നെ ആക്ഷേപിക്കാൻ നീ ആര്? അതാദ്യം പറയൂ. ഞാനോ? ഞാൻ രാക്ഷസാധിപൻ രാവണന്റെ ആജ്ഞാനുവർത്തി, ആർക്കും ജയിക്കാനാവാത്ത പരാക്രമശാലി. ഞാൻ ലങ്കാശ്രീ, ഈ നഗരത്തെ കാക്കുന്ന കാവൽ ദേവത. അല്ല, ഈ ഞാൻ തന്നെയാണ് ഈ ലങ്കാ നഗരം. ഓ സന്തോഷം! ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല, ഈ നഗരങ്ങളൊക്കെ കണ്ട് കൺകുളിരണം. ഇവിടുത്തെ കാനനങ്ങളും ഉപവനങ്ങളും മഹാവനങ്ങളും ഒക്കെ കാണണം, അത്രയേ ഉള്ളൂ. ദുർമതി വാനര, നിന്റെ മോഹം അതികേമം. പക്ഷേ എന്നെ ജയിക്കാതെ നിനക്ക് ഈ ഗോപുരവാതിൽ കടക്കാനാവില്ല. അത്രയ്ക്ക് പരുഷമാകാതെ ലങ്കാശ്രീ, ഈ നഗരങ്ങളൊക്കെ കണ്ടിട്ട് വന്ന വഴിയേ ഞാൻ പൊയ്ക്കോളാം. നന്ദി വാനര ശ്രേഷ്ഠ. ഇതെന്റെ ശാപമോക്ഷമാണ്. സത്യലോകത്തെ ഭണ്ഡാര സൂക്ഷിപ്പുകാരിയാണ് ഞാൻ. കൃത്യവിലോപത്തിന് കിട്ടിയ ശാപമാണ് എന്നെ ഈ ലങ്കാപുര വാതിൽക്കൽ കാവൽക്കാരിയാക്കിയത്. എന്നെങ്കിലും ഒരു വാനരൻ നിന്നെ പരാക്രമം കൊണ്ട് കീഴടക്കിയാൽ അന്ന് നിനക്ക് ശാപമോക്ഷം എന്നാണ് ബ്രഹ്മദേവന്റെ അരുളപ്പാട്. ഇന്നിതാ ആ വരം കൈവന്നിരിക്കുന്നു. എന്നുവെച്ചാൽ നാശം. ദുരാത്മാക്കളായ രാവണനും മറ്റ് രാക്ഷസന്മാർക്കും നീ നിമിത്തം നാശമടുത്തിരിക്കുന്നു. ചെല്ലു, രാവണ നഗരിയിൽ കടന്ന് ഇഷ്ടം പോലെ നടന്നുകൊള്ളൂ. പതിദേവതയായ സീതാദേവിയെ തിരഞ്ഞുകൊള്ളൂ. ദേവി സതീരജ്ഞമായ സീതാദേവി എവിടെയുണ്ടെന്ന് അരുളി ചെയ്താലും ചെല്ലു, രാവണ രാജധാനികളിലും ഉപവനങ്ങളിലും അന്വേഷിക്കൂ, കണ്ടെത്തും. വേണ്ട, കോട്ടവാതിൽ കടന്നു പോകേണ്ട, മതിലുകൾ ചാടിക്കടന്നു പോകാം. ഇതും വേണ്ട, ശത്രുവിന്റെ പരിധിയിലെത്തുമ്പോൾ ഇടതുകാലി വെച്ച് കയറണമെന്നല്ലേ കേൾവി. ശ്രേഷ്ഠ ഭാരതം
ഗീതാനാഥനായ ഭഗവാൻ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാനാകാതെ കരയുന്ന അർജുനനെ ഉണർത്താൻ വേണ്ടിയാണ് ഗീത ചൊല്ലിക്കൊടുത്തത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് കുരുക്ഷേത്ര ഭൂമിയാണ്. അവിടെ നിരന്തരം സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. വേണമോ വേണ്ടിയോ എന്ന സംഘർഷം, ചെയ്യണമോ ചെയ്യണ്ടയോ എന്ന സംഘർഷം. അത് കുട്ടിയെന്നോ വൃദ്ധനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ല. ഈ പ്രശ്നം എല്ലാ സമൂഹത്തിലും എല്ലാ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഗീതയുടെ പ്രസക്തി. ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയോ ഒരു കാലഘട്ടത്തിന് വേണ്ടിയോ അല്ല. ഇത് സകല മനുഷ്യരാശികൾക്കും ഏത് കാലഘട്ടത്തിൽ ഉപയോഗപ്രദമാണ്, വഴികാട്ടിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ശ്ലോകം ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 7-ാം ശ്ലോകമാണ്. അതിങ്ങനെയാണ്: സർവഭൂതാനി കൗന്തേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്താനി കൽപാദൗ വിസർജാമഹം. ഓരോ കൽപ്പത്തിൻ്റെയും അവസാനത്തിൽ ഈ കാണുന്ന സകല ലോകവും എന്നിലേക്കുന്നു. അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഇവയെല്ലാം വീണ്ടും എൻ്റെ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമ്മൾ നല്ല വെയിലുള്ള ദിവസം റോഡിൽ കൂടി നടക്കുമ്പോൾ ദൂരെ വെള്ളമിരിക്കുന്നത് പോലെ കാണും. അപ്പോൾ അച്ഛൻ പറയും അവിടെ വെള്ളമൊന്നുമില്ല എന്ന്, അത് വെറും തോന്നലാ എന്ന്. അതുപോലെ തന്നെയാണ് ഈ ലോകം. അമ്പൂറ്റമ്മ പറയാറുണ്ട്, ഈ ലോകം മായയാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന്. റോഡിൽ ദൂരെ വെള്ളമൊന്നുമില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയാറില്ല. എന്നാൽ മുന്നോട്ട് പോകുന്നതും എനിക്ക് അനുഭവത്തിലൂടെ വ്യക്തമാകുന്നു അവിടെ വെള്ളമൊന്നുമില്ല എന്ന്. ഇതുപോലെ തന്നെ ഈ ലോകം മായ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല. ഗുരുവിൻ്റെ വാക്കിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്തോറും നമുക്കത് അനുഭവത്തിലൂടെ വ്യക്തമാകുന്നു. അതിന് ക്ഷമയും വിശ്വാസവും സമർപ്പണവും കൃപയും വേണം. സ്വർണത്തിൽ കുറച്ച് ചെമ്പ് ചേർത്താൽ മാത്രമേ ആഭരണങ്ങളാക്കി മാറ്റാൻ കഴിയൂ. ശുദ്ധമായ സ്വർണത്തെ ഒരിക്കലും പല പല രൂപത്തിലേക്ക് മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ ശുദ്ധരൂപനായി ഈശ്വര ചൈതന്യം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അതിനെ അനുഭവിക്കണമെങ്കിൽ മനോമാലിന്യമെല്ലാം ഒഴിഞ്ഞു പോകണം. ഈ ലോകത്ത് കാണുന്നതെല്ലാം 3 ഗുണങ്ങളാൽ നിർമ്മിതമാണ്. അത് സത്വ, രജസ്, തമസ് എന്നിവയാണ്. നമ്മൾ മണ്ണിൽ കളിക്കുമ്പോൾ ചിരട്ട ഉപയോഗിച്ച് ചിരട്ടപ്പുട്ടുണ്ടാക്കി കളിക്കാറുണ്ട്. എന്നാൽ കളിയെല്ലാം കഴിഞ്ഞാൽ പിന്നെയും അതിനെ പൊട്ടിക്കാറുമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈശ്വരന്റെ സൃഷ്ടിയും സംഹാരവും. ജീവൻ ആസുരഭാവത്തിൽ നിന്ന് ദൈവിക ഭാവത്തിലേക്ക് കടക്കുന്നതിനാണ് കൽപ്പത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. സർവചരാചരങ്ങളിലും ഈശ്വരനാണെന്ന അറിവിനെ പ്രാപിക്കുമ്പോഴാണ് കൽപ്പത്തിന്റെ അവസാനവും. സ്വർണം ഉപയോഗിച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കി അതേ ആഭരണങ്ങളെ ഒരുക്കി അതിലെ മാലിന്യമെല്ലാം മാറ്റി ശുദ്ധ സ്വർണമാക്കുന്ന പ്രക്രിയയാണ് ഈശ്വരന്റെ സൃഷ്ടിയും സംഹാരവും. ദുർലഭമായി കിട്ടുന്ന മനുഷ്യജന്മം വിവേകത്തോടെ ജീവിച്ചാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. അതിന് ഭഗവാനോട് നിഷ്കളങ്കമായ പ്രേമവും സമർപ്പണവും വേണം. അതിന് കൃപ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. ഓം അമൃതേശ്വരി. ശ്രേഷ്ഠ ഭാരതം.